നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് വ്യോമയാന രംഗത്ത് ഇൻഡിഗോ എയർലൈൻസ് സൃഷ്ടിച്ച ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. അതായത് ഒരൊറ്റ കമ്പനി വിചാരിച്ചാൽ ഇന്ത്യയിലെ വ്യോമയാന ഗതാഗതം മൊത്തത്തിൽ സ്തംഭിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ നിങ്ങളിൽ ചിലർ ഈ വിഷയം കേൾക്കുമ്പോൾ ഇതേതാണ്ട് വലിയ വലിയ സാറന്മാരുടെ കാര്യമാണ്, വിമാനത്തിലൊക്കെ സ്ഥിരമായി സഞ്ചരിക്കുന്നവരെ ബാധിക്കുന്ന കാര്യമാണ്, ഇത് നമ്മളെയൊന്നും ബാധിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകല്ലേ, ബാക്കിയോടെ ഒന്ന് കേട്ടോണം. വിമാനയാത്രക്കാരെ മാത്രമല്ല നിങ്ങളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോ. ഇൻഡിഗോ കാട്ടിക്കൂട്ടിയത് വിമാനയാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയം ആണെങ്കിൽ ഓർക്കുക, ഇത് ആകാശത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. ഇതേപോലൊരു അപകടം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന സത്യമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വിമാന ടിക്കറ്റിന് തോന്നിയ വില നൽകേണ്ടി വരുന്ന ഗതികേട് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ബാധിക്കുന്നില്ല എങ്കിലും നാളെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ അതേ അവസ്ഥ വന്നാലോ? അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ ടെലികോം രംഗത്തെ കുത്തകവൽക്കരണത്തെക്കുറിച്ചും തകർന്നുപോയ വമ്പൻ കമ്പനികളെക്കുറിച്ചും നമ്മൾ തീർച്ചയായും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം നമുക്ക് ഇൻഡിഗോയുടെ കാര്യം തന്നെ ഒന്ന് എടുക്കാം. ഇന്ന് ഇന്ത്യൻ ആഭ്യന്തര വിമാന സർവീസിന്റെ 60%-ലധികം, അതായത് പകുതിയിലധികം നിയന്ത്രിക്കുന്നത് ഇൻഡിഗോയാണ്. പണ്ട് ജെറ്റ് എയർവേസും കിങ് ഫിഷറും സ്പൈസ് ജെറ്റും എല്ലാം സജീവമായിരുന്ന ഒരു വിപണിയാണിത്. എന്നാൽ കടുത്ത മത്സരം കാരണം പലരും പാതി വഴിയിൽ വീണുപോയി. ഇന്നിപ്പോൾ ഇൻഡിഗോ എന്ന ഒറ്റ കമ്പനി വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന അവസ്ഥയിലാണ് ഇന്ത്യയിലെ വ്യോമയാന ഗതാഗത രംഗം. കുത്തകവൽക്കരണം അഥവാ മൊണോപ്പൊളി വന്നാൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിമാന കേസിൽ നമ്മൾ കണ്ടത്. സേവനങ്ങൾ മോശമായാലും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയാലും ചോദിക്കാൻ ആരുമില്ല, ആളില്ലാത്ത അവസ്ഥ. ഇത് വിമാനയാത്രക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു വലിയ അപായ സൂചനയാണ്. ഈ സൂചന എങ്ങോട്ടേക്കുള്ള പോക്കാണ്? നമ്മളുടെ ടെലികോം രംഗത്തേക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിൽ 10ഓളം മൊബൈൽ കമ്പനികൾ ഉണ്ടായിരുന്ന ഒരു കാലം. എയർസെൽ, വോഡാഫോൺ, ഐഡിയ, ടാറ്റ ഡോകോമോ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എത്ര എണ്ണം. ഉപഭോക്താവിനെ കിട്ടാൻ വേണ്ടി അവർ മത്സരിച്ച് ഓഫറുകൾ കൊടുത്തിരുന്ന ഒരു കാലം. ഞാൻ ആദ്യം സ്വന്തമാക്കിയത് എസ്കോട്ടൽ എന്ന കമ്പനിയുടെ മൊബൈൽ ഫോൺ ആയിരുന്നു. ഏതാണ്ട് ഒരു വാക്കി ടോക്കിയോളം വലിപ്പമുള്ള ഒരു മൊബൈൽ. അന്ന് കമ്പനി എനിക്ക് പകരമായി നൽകിയത് യേശുദാസിന്റെ ഒരു ഗാനമേള കേൾക്കാനുള്ള ടിക്കറ്റാണ്. അപ്പോൾ തന്നെ അതുപോലുള്ള മറ്റൊരു കമ്പനി ചിത്രയുടെ ഗാനമേളയ്ക്കുള്ള ടിക്കറ്റ് മൊബൈൽ കണക്ഷൻ എടുക്കുന്നവർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. പക്ഷെ ഇന്നോ ആ കമ്പനികളൊക്കെ ഇന്ന് എവിടെയാണ് അപ്രത്യക്ഷമായി പോയത്? ഈ കമ്പനികൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നത് കൗതുകകരവും ഒപ്പം നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതുമാണ്. ആദ്യം എയർസെൽ 1999 കോയമ്പത്തൂരിൽ തുടങ്ങി തമിഴ്നാട്ടിലെ രാജാവായി മാറിയ ഒരു വലിയ കമ്പനി. 2018 അവർ പ്രവർത്തനം നിർത്തുമ്പോൾ 16,000 കോടി രൂപയിലധികമായിരുന്നു അവരുടെ കടം. മത്സരം താങ്ങാനാകാതെ അവർ കളം വിട്ടുപോയി. അടുത്തത് ടാറ്റ ഡോകോമോ. ടാറ്റ ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയും ജപ്പാനിലെ NTT ഡോകോമോയുടെ സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ 2017 ഭാരതി എയർടെൽ അവരെ ഏറ്റെടുത്തു. ഇനി അംബാനി സഹോദരന്മാരിലെ അനിൽ അംബാനിയുടെ കാര്യം നോക്കിയാൽ മുകേഷ് അംബാനി ജിയോയുമായി വരുന്നതിനും വർഷങ്ങൾക്കും മുൻപേ ആർകോം വഴി വിപ്ലവം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അനിൽ അംബാനി. പക്ഷേ അമിതമായ കടവും മാറുന്ന സാങ്കേതിക വിദ്യയും ആർകോമിനെ തകർത്തു കളഞ്ഞു. ഒടുവിൽ ആസ്തികൾ മുഴുവൻ ജ്യേഷ്ഠനായ മുകേഷ് അംബാനിക്ക് തന്നെ അനിലിന് വിൽക്കേണ്ടി വന്നു. ഇന്ന് ഇന്ത്യൻ ടെലികോം വിപണി നിയന്ത്രിക്കുന്നത് പ്രധാനമായും രണ്ടുപേരാണ്, റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലും. വോഡാഫോൺ ഐഡിയ VI കടക്കണിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ BSNL 4G 5G മത്സരത്തിൽ ഇപ്പോഴും വിറച്ച് കിതയ്ക്കുകയാണ്. ഇതൊരു ഡിയോപോളി അഥവാ ദ്വികക്ഷി കുത്തകയിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ ദോഷം നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഈ അടുത്തിടെ 20 മുതൽ 25% വരെ താരിഫ് വർധനവ് ഒറ്റയടിക്ക് ഇവർ നടപ്പിലാക്കി. ഉപഭോക്താക്കൾക്ക് വേറെ വഴിയില്ല എന്നിവർക്ക് നന്നായിട്ട് അറിയാം. വ്യോമയാന രംഗത്തെ പ്രതിസന്ധി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: വിപണിയിൽ മത്സരം കുറഞ്ഞാൽ നഷ്ടം നമ്മെ പോലുള്ള സാധാരണക്കാർക്കാണ്. നാളെ ഒരു പ്രഭാതത്തിൽ റീചാർജ് പ്ലാനുകൾ ഇരട്ടിയുടെ ഇരട്ടിയാക്കിയാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഇവിടെയാണ് BSNL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രസക്തിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ വിലപേശൽ ശേഷി കുറയ്ക്കണം എങ്കിൽ ശക്തമായ ഒരു സർക്കാർ ബദൽ സംവിധാനം ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നത് പോലെ നെറ്റ്വർക്കിനും അമിത ബില്ലിനും മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരായി നാളെ നിൽക്കേണ്ടി വരും. അത് തീർച്ചയാണ്.
ജിയോയും എയർടെല്ലും നിരക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം BSNL-ലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോർട്ട് ചെയ്ത വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ BSNL ടവറുകൾക്ക് ഇത്രയും പേരെ പുതുതായി താങ്ങാൻ ശേഷിയില്ലാതെ കിതയ്ക്കുകയാണ്. പലയിടത്തും പലർക്കും കണക്ഷൻ കിട്ടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BSNL മെച്ചപ്പെട്ടാൽ നിങ്ങൾ BSNL-ലേക്ക് മാറാൻ തയ്യാറാകുമോ? അതോ സ്വകാര്യ കമ്പനികൾ തന്നെയാണോ നല്ലത്? കമന്റ് ബോക്സിൽ അറിയിക്കും. കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ദി ടൈം മീഡിയ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.